എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴാദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങൾ ഒക്കെ തുടങ്ങാം. നല്ല വിശേഷങ്ങളെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അന്ന് ആ മഴ പെയ്തില്ലേ, പൊന്നേ ചൂട് കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട കേട്ടോ. ഭയങ്കര ചൂട്. മഴ വന്ന് ആ ചൂടങ്ങ് ഇളക്കി കേട്ടോ. അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. എനിക്കറിയത്തില്ല, പൂവൊക്കെ അങ്ങ് കരിഞ്ഞ് നിൽക്കുക. പൂവ് മനുഷ്യൻ അതിനേക്കാട്ടിലും കരിഞ്ഞ് നിൽക്കുക കേട്ടോ. സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. പക്ഷെ പെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഇല്ലായിരുന്നു. ഭയങ്കര ചൂട്. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഒന്ന് ചെന്ന് കിടന്നാലുണ്ടല്ലോ, ബോധം കെട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. അതുപോലുള്ള ചൂടാണ്. അത്രയ്ക്ക് സഹിക്കാൻ വയ്യ ചൂട് കേട്ടോ. അപ്പോഴെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പൂപ്പൻ്റെ അമ്പലത്തിൽ നാളെ ഉത്സവം. എല്ലാവരും വരണേ. മലപ്പുറം എന്ന് പറയുന്നത്, നമ്മളിവിടെ മലപ്പുറം എന്ന് അങ്ങനെ പറയുന്നത്. മലപ്പുറത്ത് പിന്നെ മലനട ക്ഷേത്രത്തിൽ കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് വൈകിട്ട് കൊണ്ടുപോകണേ, വല്ല ചട്ടിയും കലവും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തപ്പി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോവോ എനിക്കറിയത്തില്ല. കൊണ്ടുപോയാൽ പെട്ടത് തന്നെയെന്ന് അണ്ണനറിയാം. അതുകൊണ്ട് പോക്കറ്റൊക്കെ കീറിയിരിക്കുവാണല്ലോ ഇപ്പോഴേ ഈ സമയത്ത്. അപ്പോൾ കൊണ്ടുപോയാൽ മൊത്തത്തിൽ പോക്കറ്റ് കീറും എന്നറിയാം. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഒരു ഞരങ്ങിലും മൂളലും ഒക്കെ നടത്തിയതേ ഉള്ളൂ. പോണോ എന്നൊക്കെ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. നാളെ ഭയങ്കരമായിട്ട് തിരക്കായിരിക്കും. അപ്പോഴെന്തായാലും പോകുവാണെങ്കിൽ നമുക്ക് ഇന്നത്തെ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. പോവാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് വന്ന് പറയുന്നത് എന്നാൽ പോകാം നമുക്ക് എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഒരുങ്ങി കെട്ടിയൊന്നും ഇപ്പോഴേ ഇരിക്കുന്നില്ല ഞാൻ. കൊണ്ടുപോയില്ലെങ്കിൽ നാണക്കേടല്ലേ, ഞാൻ നാണം കെടുമ്പോൾ. അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങിയൊന്നും ഇരിക്കുന്നില്ല ഞാൻ കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കൊടിയേറി അന്ന് മുതലേ ഭയങ്കര ആളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. നാത്തൂനൊക്കെ വന്നായിരുന്നു, ചേച്ചിയൊക്കെ മൂത്ത നാത്തൂനൊക്കെ അന്നേ വന്നായിരുന്നു. അപ്പോൾ ഭയങ്കര ആളാന്ന് പറയുന്നത് കേട്ടു. എന്നും എല്ലാ ദിവസവും പരിപാടിയുണ്ട് കേട്ടോ. എല്ലാം സിനിമാ താരങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കലാഭവൻ മണിച്ചേട്ടൻ്റെയൊക്കെ ഗാനമേള കണ്ടായിരുന്നു. അന്ന് പെരുമഴയായിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അന്ന് ഭയങ്കര ഇടിവെട്ട് മഴയായിരുന്നു. അത്രയ്ക്ക് മഴയായിരുന്നു. ആ മഴ സമയത്തും ആൾക്കാരെല്ലാം പുള്ളിയെ കാണാനിങ്ങനെ നിന്ന് കഷ്ടം പാവം. അപ്പോഴെല്ലാം വരുന്നത് നല്ല വലിയ സെലിബ്രിറ്റികളാണ് കേട്ടോ. നാളെ ആരാ നാളെ പുള്ളിക്കാരൻ്റെ പേരെന്താ, ഈ പിയാനോ ഏതോ ഒരു വായിക്കുന്നത് സ്റ്റീഫനാ? പുള്ളിയാന്ന് തോന്നുന്നു നാളെ വരുന്നത് കേട്ടോ. സ്റ്റീഫൻ അങ്ങനെ കണ്ടല്ലേ പറയാം. സ്റ്റീഫൻ ദേവസ്യാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ കാണാം. കുഞ്ഞു വിശേഷങ്ങളെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ മുടി സംരക്ഷണവും എൻ്റെ മുടിയുടെ സങ്കടവും പറച്ചിലും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്ത് ചെയ്യാനും മുടിയില്ലാത്ത പെൺപിള്ളേരെ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കണ്ടേ നിങ്ങളൊന്ന് പറഞ്ഞ്. അപ്പോഴതൊരു സങ്കടമായിട്ടുണ്ട് എൻ്റെ മനസ്സിനകത്തല്ലേ മോനെ. അമ്മയ്ക്ക് എപ്പോഴും അതൊരു സങ്കടമാണ്. പപ്പയെ വഞ്ചിച്ചെന്ന് പറഞ്ഞ് പപ്പ എടുത്തു വെച്ച് രാത്രി ഞാൻ കാണാതാണ് വീഡിയോ കാണുന്നത് കേട്ടോ. പപ്പ അതെല്ലാം ഇങ്ങനെ വിചാരിക്കും, ഇവളെന്തൊക്കെയാണോ എന്നെ പറഞ്ഞ് നാണം കെടുത്തുന്നത് കേട്ടോ. ഞാൻ കാണാതാണ് വീഡിയോ, അഥവാ കാണുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ഓണാക്കി വയ്ക്കും. ഒന്നും ചിലപ്പം കണ്ടില്ലെങ്കിൽ കേട്ടോ. നമുക്കൊരു സമാധാനം, ഒരു വ്യൂസും കൂടെ നമുക്ക് കിട്ടത്തില്ലേ കേട്ടോ. പാവം എൻ്റെ മുത്ത അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുടിയില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ മോനെ പപ്പ. ഞങ്ങളുടെ തങ്കക്കുടം എന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ രണ്ടിൻ്റെയും ആ സ്നേഹത്തിൻ്റെ ഇടയ്ക്കൂടെ ഏതെങ്കിലും ഒരു കട്ടുറുമ്പോ അല്ലാത്തുറുമ്പോ വന്ന് കയറി വരുവാണല്ലോ ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത്. അല്ലയോ, ഞങ്ങൾ കുത്തി ശരിയാക്കും കേട്ടോ. അല്ലേ, സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. ചുമ്മാ പറയുന്നില്ലേ, ഒരു രസമല്ലേ ഇതൊക്കെ, അല്ലയോ. മുടിയില്ലെന്നും വെച്ച് നമ്മളെ സ്നേഹിക്കാതെ ഇരിക്കുക അവർ. നമ്മളെ സ്നേഹിക്കും. നമ്മളെ നല്ലതായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴങ്ങനെയൊക്കെയാണ്. വേറെ വിശേഷങ്ങൾ എന്താ? എങ്ങാണ്ടൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന കേട്ടോ.
തെറ്റിക്കകത്ത് ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ, നിറച്ചും പൂവുണ്ട്. വേണ്ടേ, ഇതിപ്പം വൈകിട്ടാണ്, ചുമ്മാ ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് കട്ടലയിലൊന്ന് വെറുതെ ഒന്ന് ചാച്ചിയതാ. അപ്പോഴങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ, അപ്പോഴങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് എഴുന്നേറ്റത്. വെയിലൊക്കെ താന്ന്. അല്ലാതെ ഇപ്പം എന്താ ചെയ്യാൻ, രാവിലെ എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ അമ്മിണിയും കൊണ്ട് അലക്കിയത് എല്ലാം വിരിച്ചിട്ടു. അപ്പോഴേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചാച്ചി ഒങ്ങി കേട്ടോ. അങ്ങനെ ഉറങ്ങുന്നൊന്നുമില്ല, ചൂട് കാരണം എന്തോ ചെയ്യാനാ, അങ്ങ് മയങ്ങിപ്പോയി. മോള് പിന്നെ ചായ ഇട്ടുകൊണ്ട് വന്ന അമ്മേ ചായന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. എവിടുന്ന് ഒരു ചായ പരിപ്പുവട എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റത് കേട്ടോ. അപ്പോഴും നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ കാണാൻ പോകും. അടുക്കള നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇൻട്രോയിൽ തന്നെ പിന്നെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതിരിപ്പോൾ അതുകൊണ്ടല്ലോ. പിന്നൊട്ട് ആരും കാണാൻ നിൽക്കത്തതുമില്ല. അതാണ് ഈ സംഭവം കേട്ടോ. ഞാൻ ഈ ഇൻട്രോ എടുക്കുമ്പോൾ തന്നെ എല്ലാം അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. ആൾക്കാർ പിന്നെ അവസാനമല്ല 3 മിനിറ്റെങ്കിലും കാണുമോ എനിക്കറിയത്തില്ല കേട്ടോ. കാണുന്നവരൊക്കെ കാണട്ടെ, സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ചാവാനൊക്കും അല്ലേ. ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകാം നമുക്ക് എല്ലാവർക്കും അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അടുക്കളയൊക്കെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. അപ്പോഴേ ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ രാവിലെ ഞാൻ ഇന്നും ചെയ്യുന്നത്. രാവിലെ നല്ല ജോലിയുണ്ട്, ഉച്ച കഴിഞ്ഞ് എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ. രാവിലെ നല്ല ജോലിയുണ്ട്, എല്ലാം ഒതുക്കിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറുന്നത്. മുറ്റം തൂക്കും, തുണിയായി വെക്കും. ഇന്ന് അമ്മണിക്ക് ഇച്ചിരി കുറച്ച് കൊടുക്കാനുണ്ട്. അപ്പോഴമ്മണിക്ക് ഉള്ളത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അല്ലാതുള്ളതൊക്കെ നമ്മൾ കല്ലുമേ തന്നെ കഴുകിയിടും കേട്ടോ, എൻ്റെ നൈറ്റിയും ഒക്കെ. അപ്പോഴെന്താ കാപ്പി ഇന്ന് അപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു. ഒന്നുമില്ല കാണിക്കാൻ വേണ്ടി, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോഴെല്ലാവരും കഴിച്ചിട്ട് പോയി, എല്ലാവരെയും ഓടിച്ച് വിട്ടിട്ട് ഞാൻ തന്നെയേ ഉള്ളൂ. അപ്പോഴും മീൻ കിട്ടിയത് നമുക്ക് ഇന്ന് ചൂരയും കിട്ടി കേട്ടോ. ചൂരയും കിട്ടി കേട്ടോ. അപ്പോഴേ ചൂട നമ്മൾ പറ്റിക്കാൻ വെച്ചു. മാങ്ങ നോക്കിയപ്പോൾ പഴുത്തിരിക്കുന്നു. ഞാൻ അപ്പോഴും പുളി ഇട്ട് വെച്ചേ. അപ്പോഴും നമ്മുടെ ചൂടക്കുട്ടനാണ് ഇത് തിളയ്ക്കുന്നത്. ഭയങ്കര തിള, എന്തൊരു 1.5 തിളയാണ് തിളയ്ക്കുന്നത് കേട്ടോ. അപ്പോഴിനി പിന്നെ എനിക്ക് പച്ചച്ചീര, നമ്മുടെ ശ്രീദേവി ചേച്ചിയും പറയുന്ന കേട്ടു പച്ചച്ചീര ഇഷ്ടമാണ്. എനിക്കും അതാ ഇഷ്ടം കേട്ടോ. പിന്നെ പണ്ടത്തെ നമ്മുടെ ആ ചുമന്ന ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നത്തെ ചീര നല്ല സൂപ്പറായിരുന്നു, കിടുവായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ചീരയ്ക്ക് കളറില്ല. അന്നത്തെ ആ ചീരയുണ്ടല്ലോ എന്ത് സൂപ്പറായിരുന്നു നമുക്ക് അന്നൊക്കെ കിട്ടുന്നത്. നമ്മളങ്ങോട്ട് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകത്തില്ലേ, അപ്പോഴാ പൊതിച്ചോറിനകത്തൊക്കെ ഈ ഒരു നമ്മുടെ ചുമന്ന ചീര വെച്ച് കെട്ടി വെച്ചാലേ ആ ചോറ് ചുമന്നിരിക്കത്തില്ലായിരുന്നു. അന്നത്തെ ആ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ ചീര എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കളറില്ല കേട്ടോ, കളറില്ല. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. ഇന്ന് ഞാൻ 1.5 പൊള്ളൽ പൊള്ളി. കൈ മാതിരി നമ്മുടെ വായ അങ്ങനല്ല, മാതിരി അമ്പിളിമാമനുണ്ട്, ചന്ദ്രക്കരയുണ്ടല്ലോ, അതുമാതിരി ഇങ്ങനെ പൊള്ളിപ്പോയി. മറന്നുപോയി പറയാൻ ഇന്നലെ. പൊള്ളി എന്തോ അടുപ്പിനകത്തുനിന്ന് വാങ്ങിയതാ. കൊണ്ടു നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്, നല്ലയാട്ടോ. വായിക്കാത്തൂടെ കപ്പലൊക്കെ ഓടുന്നു. അപ്പോഴേ ഇനി നമ്മുടെ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് പറ്റിക്കോളുമല്ലേ ഇരുന്ന്. ഇനിയിപ്പോൾ പിന്നെ ഞാൻ ആ ചൂരക്കറി വെക്കുന്നുള്ളൂ. ഇനി ചീരയ്ക്കും ചതച്ചൊക്കെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ ചീര വെക്കാം, ചീരത്തോരൻ വെക്കാം കേട്ടോ. അമ്മച്ചി അവിടെ ഇരുന്നേ ചട്ടിയുടെ ചൂട് കൊണ്ടായിരുന്നു അങ്ങ് വറ്റിക്കോളും. പിന്നെ ഇനി കറി വയ്ക്കുന്നത് ഞങ്ങൾ വല്ലാത്ത ഒരു ഇത് ദേഷ്യം വരും കേട്ടോ. എന്നും കറി വയ്ക്കുന്നത്. ചട്ടി ഒന്ന് ചൂടാവട്ടെ, എണ്ണയൊക്കെ ചൂടായി കടുക് വറുത്ത് നമുക്ക് ചതച്ചിട്ട് വെച്ചേക്കുക കേട്ടോ. ചതച്ച് വെച്ചേക്കുക, ചൂടാവട്ടെ നമ്മുടെ ചട്ടി ഒന്ന്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി, കടുക് വറക്കാം. കടുക് വറുത്തയാലോ അതിനകത്തോട്ട് നമുക്ക് തട്ടിയിടാം. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ചീരയൊക്കെ ചതയ്ക്കാതൊക്കെ ഇടുന്നത്, പച്ചമുളകൊക്കെ ഇട്ട്. നമ്മളിവിടെ ചതച്ചായിടുന്നത് കേട്ടോ ചീര. പിന്നെ ഇവിടെ നമ്മൾ ചിലർ ഈ പരിപ്പും ചീരയും കൂടെ കറി വെക്കാറുണ്ട്. നമ്മളിവിടെ വെച്ചിട്ടില്ല കേട്ടോ, ഞാനിവിടെ വെച്ചിട്ടില്ല. നീ ഒന്ന് പരീക്ഷിക്കണം. ഇതേപോലെയുള്ള ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഇവിടെ ചെയ്യത്തില്ല കേട്ടോ, ചെയ്യണം. നല്ല ചീര എനിക്ക് അപ്പുറത്തുനിന്ന് തന്നതാ കേട്ടോ, അപ്പുറത്ത് അമ്മമ്മ തന്നതാ. നിങ്ങളൊക്കെ അയൽവാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈമാറുമോ? നമ്മളിവിടെ കൈമാറും. ഇച്ചിരി ഉണ്ടെങ്കിൽ തിന്നാന്നും പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ ഒന്നുമില്ല കൊടുക്കാൻ. ചതച്ച് ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്നത് മറന്നു പോയി, ഇവിടെ കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ ചീരക്കുള്ളത് എല്ലാം നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാം അങ്ങ് തട്ടിയിട്ട് നമുക്ക് അങ്ങ് കുറച്ച് ഉപ്പിട്ടാൽ കേട്ടോ. ഇലക്കൊക്കെ കുറച്ച് ഉപ്പിട്ടാൽ. എന്തോ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ കുട്ടിച്ചാത്തനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് എങ്ങും എത്തിയില്ല എന്നൊക്കെ എല്ലാവരും പറയാൻ കേട്ടു. ആ കുട്ടിച്ചാത്തന് മഹാഹങ്കാരി കേട്ടോ, പറഞ്ഞ കേൾക്കത്തില്ല. ഈ ഇടയായിട്ട് ആ കുട്ടിച്ചാത്തനെ ഇച്ചിരി കുഴപ്പമുണ്ട് കേട്ടോ. നല്ല അടി കുട്ടിച്ചാത്തിന് കൊടുക്കണം നമുക്ക് കേട്ടോ. കുട്ടിച്ചാത്ത, ഞാൻ പറഞ്ഞു തന്ന വഴിയൊക്കെ മാറിപ്പോയോ? വേറെ എവിടെയോ ചെന്ന് കയറി കാണും കേട്ടോ, വേറെ എവിടെയോ ചെന്ന് കയറി നമ്മുടെ കുട്ടിച്ചാത്ത. മിക്കവാറും ഇന്ന് ചമ്മന്തി ഞാൻ ഉണ്ടാക്കും. എനിക്ക് വയ്യപ്പോഴും കറി വെക്കാൻ. ഇന്നലെ നമ്മൾ എന്തുവായിരുന്നു കറി വെച്ചത്? ഇന്നലെ തക്കാളിക്കറി ആയിരുന്നു. മീൻകറിയുണ്ട്, ചീരത്തോരനുണ്ട്. ഇവിടെ അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല. ഇവിടെ എന്നും മീൻ മതി കേട്ടോ. നമ്മുടെ അണ്ണന് മീൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ, പപ്പയ്ക്കും മോനും. ഞാൻ കഴിക്കും എന്നും പറഞ്ഞ് അങ്ങനൊന്നും കഴിക്കത്തില്ല. എൻ്റെ വണ്ണമൊക്കെ പോയി. ഈ നൈറ്റിയുടെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. നല്ലോണം വണ്ണമൊക്കെ പോയി, പിള്ളേരെ വണ്ണമൊക്കെ പോയി. നന്നായിട്ട് ഞാൻ ഒതുങ്ങിയിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നര വണ്ണമായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു വണ്ണം. നേരത്തെയൊക്കെ ഭയങ്കര വണ്ണമായിരുന്നു. അപ്പോഴിന്നാലും ഞാനേ നമ്മുടെ വയലേക്കടൊക്കെ ചുമ്മാ അന്ന് മീൻ പിടിക്കാനും ഒക്കെ ഞങ്ങൾ പോയി, അവിടെയൊക്കെ കറങ്ങാൻ പോയി. അപ്പോഴെന്നെ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ പണ്ടത്തെ ആളെ അല്ലല്ലോ. അപ്പോഴിപ്പോൾ എനിക്ക് വണ്ണം കുറഞ്ഞു. അന്നൊക്കെ ഭയങ്കര വണ്ണമായിരുന്നു. ഇതിന് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരിയൊക്കെ വണ്ണം കുറഞ്ഞു കേട്ടോ. ചിലരുടെ കഴിക്കുന്നത് കൊണ്ടല്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും കഴിക്കുന്നത് കൊണ്ടല്ല. ചെറിയ പാരമ്പര്യമായിട്ട് വണ്ണമൊക്കെ കിട്ടുന്നവരുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം അമ്മയ്ക്കും വണ്ണമൊക്കെ പോയി. ഒരു പ്രായമൊക്കെ ആകുമ്പം നമ്മുടെ വണ്ണമൊക്കെ പോകും. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഞാൻ സ്കെൽറ്റായിരുന്നു കേട്ടോ. എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. സ്കെൽറ്റായിരുന്നു കല്യാണത്തിന്. പിന്നെ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വണ്ണം വെച്ചു കേട്ടോ. ചീര വേവട്ടെ, കഥയും പറഞ്ഞ് നിന്നാൽ മതിയോ? ഇനി നമുക്ക് ചൂര കറി വെക്കണം കേട്ടോ. ചൂരക്കറി ചീരക്കുട്ടനെ വെച്ചിട്ട് ഇത്തിരി നേരം ആയല്ലോ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. പെട്ടെന്ന് ആവി കയറുമ്പോൾ കിളുന്ന ഒരുപാട് മൂക്കാത്ത അല്ലല്ലോ, വിളയാത്ത ചീരയായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, ഒത്തിരി ഉപ്പ് കഴിഞ്ഞത്. ഈ ഇലയ്ക്കൊന്നും ഒരുപാട് ഉപ്പിടരുത് കേട്ടോ. കാണിക്കാൻ പറ്റില്ല. ഇത്ര ദൂരം ഇരിക്കുന്ന നമ്മുടെ മൊബൈല് അടുത്ത് എനിക്ക് പേടി കേട്ടോ. അതുകൊണ്ടാണ് വേണ്ടത്. എന്ത് എളുപ്പമായെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നാലോ. അപ്പോൾ ഞാൻ ഇനി ചൂരക്കറിക്ക് മുളക് മല്ലിയൊക്കെ ഒന്ന് വറക്കട്ടെ. അല്ലാതെയും വെക്കും കേട്ടോ. അല്ലാതെയും കടുക് വറുത്ത് ഞാൻ വെക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ കേട്ടോ വറുത്തൊക്കെ എടുക്കട്ടെ. കൈയെല്ലാം പുള്ളി നാശമായി കേട്ടോ. ഒരു സൂക്ഷിച്ചും കണ്ടുമല്ല ഒരു കാര്യം ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ? നമ്മുടെ ചൂരക്കറിയൊക്കെ റെഡിയാക്കാൻ അങ്ങോട്ട് വെച്ചു. അരപ്പൊക്കെ തിളച്ചു, കഷ്ണമൊക്കെ അങ്ങോട്ട് പറക്കിയിട്ടു. അപ്പോഴും വിരുന്നുകാരുണ്ട്, ഞാൻ ഓടിപ്പോയിട്ടുണ്ട്. വരട്ടെ, അപ്പോഴത്തേനും കുട്ടികളൊക്കെയല്ല എല്ലാം എല്ലാം ഇട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോഴും വിരുന്നുകാരെ സ്വീകരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അമ്മ അവിടെ ഉണ്ട്. ഞാനും എന്നാലും ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോഴത്തേനും ഇത് തിളയ്ക്കുമല്ലോ. അങ്ങനെ നമ്മുടെ വിരുന്നുകാരൊക്കെ പോയി. നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ഓടിച്ചു കിട്ടിയായിരുന്നു കേട്ടോ. ചോറൊന്നും കൊണ്ടില്ല. അത് വിരുന്നുകാരെന്ന് പറഞ്ഞാൽ എന്തോ ചേച്ചിയുടെ മോളാട്ടോ. കുഞ്ഞിനെ വിളിക്കാൻ പോയിട്ട് വരുന്നത്. അപ്പോഴ് സ്കൂളിൽ നിന്ന് പരീക്ഷയല്ലേ കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോഴ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് വന്ന്
അങ്ങനെ വന്നതാട്ടോ. പിന്നെ ചോറുണ്ണാൻ നിന്നില്ല, അവരങ്ങ് പോയി. അങ്ങനെ ദേ അപ്പോഴും നമ്മുടെ ചൂരക്കറിയൊക്കെ ഒരുവിധം പരുവായി. ഉപ്പ് നോക്കിയില്ലായിരുന്നു കേട്ടോ, ഞാൻ അങ്ങോട്ട് വെച്ചിട്ടല്ലേ പോയി. പപ്പടം കാച്ചി വെച്ചു കേട്ടോ. ഇതേ നമ്മുടെ അമ്മാവൻ്റെ പപ്പടം എടുക്കാൻ പോയിട്ടോ. സമയം ചോറുണ്ണാറൊക്കെ ആയിരുന്നു. ഇപ്പോൾ താമസിച്ചൊക്കെ ആയിരുന്നു, കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമല്ലേ, ചോറുണ്ണാൻ സമയം. അപ്പോഴതുകൊണ്ടാണ് ഞാൻ ടിന്നിനകത്തിടാൻ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പോഴിന്ന് ഓഫാക്കാൻ പറ്റി. അപ്പോഴിന്ന് നമുക്ക് എന്തൊക്കെയാ, ചൂരത്തോരൻ, മീൻകറി, മീൻ പറ്റിച്ചത്, പപ്പടമുണ്ട്, അത്രയൊക്കെ ഉള്ളുന്ന്. അല്ല, ചമ്മന്തി അരച്ചേട്ടോ, ഇത് മറന്നുപോയി. ഇതേ ഞാൻ ചമ്മന്തി അരച്ചു, തേങ്ങാ ചമ്മന്തി അരച്ച് വെച്ചേക്കുന്നു. അപ്പോഴ് മറന്നുപോയി കേട്ടോ, കറി വെച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചമ്മന്തി ആക്കി. തൈരില്ല കേട്ടോ, ഇന്നിപ്പം തൈരും ഇല്ല. അപ്പോഴിത്രയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ. ചോറുണ്ട്. ഇന്ന് വയറ് വിശക്കുന്നത് നമ്മുടെ അണ്ണൻ ഇന്ന് ഭയങ്കര വയറ് വിശേഷം. കാപ്പി ശരിയായില്ലെന്ന് പോലും വയറ് വിശക്കുന്നതെന്ന് പറഞ്ഞു. ചോറൊക്കെ കൊടുക്കട്ടെ. എന്താ പിന്നെ വയറ് എപ്പോഴും അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് ബുള്ളായി എപ്പോഴും കേട്ടോ. ഒത്തിരി വെള്ളവും കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തുള്ളിയും പറക്കിയൊക്കെ തിന്നുന്നത് കൊണ്ട് നമുക്കങ്ങനെ വയറ് വിശപ്പില്ല എനിക്ക് കേട്ടോ. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് സമയത്തൊന്നും നോക്കിയല്ല ആഹാരം കഴിക്കുന്ന കേട്ടോ. അത് വലിയ കുഴപ്പമാണ്. പിന്നെ ഇവിടെ നിൽക്കുമല്ലേ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഷോൾഡറിന് ഭയങ്കര വേദന. എന്താന്ന് ആരും ഇന്നലെ പെടലേക്കൊന്നും പിടിച്ചില്ല, പക്ഷെ എന്താണെന്നറിയത്തില്ല, പെടലേക്ക് ഭയങ്കര വേദന. ഇന്ന് വലത്തെ കയ്യ് പൊക്കാനും താക്കാനും വയ്യ. പെടലേക്ക് ആരും പിടിച്ചില്ല ഇന്നലെ കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കട്ടെ. കുറച്ച് പാത്രമുണ്ട്, അതൊക്കെ കഴുകി പറക്കി വയ്ക്കണം കേട്ടോ. കാക്കച്ചിമാർ പറന്ന് പോകുന്ന കണ്ട് എപ്പോഴും ഒന്ന് കാക്കയുണ്ട് ഇവിടെ കണ്ടോ. അടുത്ത ആൾ പോന്നു. വൈകിട്ട് കൂട്ടി കയറാൻ പറക്കും കേട്ടോ. കൂടെ തേടി പോവാം എല്ലാവരും. നല്ല രസം. വൈകിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കണം. മേലേക്കടെ കാക്കകളും വേറെ കിളികളും ഒക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു പോലെ നല്ല രസം കേട്ടോ. അപ്പോഴും വൈകിട്ടായി. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല ഞാൻ കേട്ടോ. ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണം. ഇത് തെറ്റിയൊക്കെ പൂവെല്ലാം കരിഞ്ഞുണങ്ങിയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണം ഇനി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.